യാക്കോബിൻ ദൈവമെന്നും നമുക്കുള്ളവൻ, നമ്മെ ജീവപര്യന്തം കാത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഓരോ ദിവസവും കൃപ നൽകി നമ്മെ ഇമ്മാനുവേലവൻ താൻ നടത്തിടുമേ. ഹല്ലേലൂയ, അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ, അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ, ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിടുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും സൗഖ്യവും സമാധാനമല്ലോ എൻ്റെ അപ്പച്ചൻ്റെ പക്കൽ ദാനമായി നൽകി തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഭവനം പരിശുദ്ധത്താൽ മുദ്രവയ്ക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും ഞങ്ങളുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ പഠനം, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. ജോലിയിലായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടൊപ്പം പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരിക. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവം അവിടുന്ന് പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ. ഞങ്ങളുടെ പോക്കിൽ, വരവിൽ, വാഹനത്തിൽ, വഴിയിൽ, ജോലിയിൽ, വിശ്രമവേളകളിലൊക്കെയും അപ്പോൾ ഒന്ന് സാന്നിധ്യം ഞങ്ങൾക്ക് വേണം കർത്താവേ. ഇന്ന് പകൽക്കാലം വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി, പേർച്ചയാതി, മരണത്തിനേൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഇന്നുവരെയും ആ തങ്ക ചെറുകടിക്കുള്ളിൽ ഞങ്ങളെ മറച്ചതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ മിടുക്കും സാമർഥ്യം പറയുവാൻ ഒന്നുമില്ലപ്പാ. അവിലിയേറി കരുണയും സ്നേഹവും ഒന്ന് മാത്രമാ. നന്ദി പിതാവേ, നന്ദി, നന്ദിയപ്പാ. എല്ലാം സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളിൽ വന്നുപോയ ബലഹീനതകൾ, കുറവുകൾ, ആകായ്മകൾ, പോരായ്മകൾ, നന്ദികേടുകൾ, അവിശ്വസ്തതകൾ ഓർക്കാതെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും കരുതി നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പിന്നെയും നടത്തുവാൻ സർവ്വസമ്പന്നര ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണേ. യഥാർത്ഥത്തിൽ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ദൈവകൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. ജയത്തോടെ വരെ നടത്തണമേ. നല്ല ഭാവിയിലെത്തുവാൻ ഇടയാക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മറ്റ് കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ കർത്താവ്, BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന മക്കൾ കർത്താവേ, OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രപ്പ സ്തോത്രം. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ അങ്ങനെ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറക്കുന്ന എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുക്കും. നിശ്ചയമായവരെ മാനിക്കും. കണ്ണുനീരിന് മറികടക്കാത്തൊരു ദൈവമുണ്ട്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകും. മാറാത്ത ദൈവമാ. എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളേ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം ഒരുക്കണേ കർത്താവ്. കർത്താവ്, വിവാഹപ്രായമായ ഹല്ലേലൂയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിവാഹമൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ വിവാഹമൊക്കെ നന്നായി നടക്കുവാൻ സ്വർഗം സഹായിച്ചു. വീണ്ടും വിവാഹത്തിനായിട്ട് കർത്താവെ ഒരുങ്ങുന്ന മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം ചന്തമായും ഉചിതമായും കർത്താവ് അനുഗ്രഹിച്ച് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവർക്കും തക്ക തുണയൊരുക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സ്വർഗം സഹായിച്ചാട്ടപ്പ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് സ്വർഗത്തിലെ ദൈവം തലമുറ നൽകി അനുഗ്രഹിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. മാസന്തികോളം കൂടെ ഇരുന്ന് സുഖപ്രസവം നൽകണേപ്പ. ഊനമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കാൻ സർവ്വത്തിനും മതിയായ ദൈവമാകാൻ
ബലമുള്ള കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നാഥാ, കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. വലിയൊരു ശേഷിപ്പ് ഓരോ മക്കൾക്ക് നൽകുമാറാകണം. ആരും ഭാരപ്പെടുവാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കൾ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം വാഴ്ത്തണമേ, വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, കഷ്ടനഷ്ടം കൂടാതെ നന്മ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ മക്കളുടെയും പോക്കിലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടി എടുത്ത് സഹായിക്കണം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പൊന്നുകരം ചേർത്ത് പിടിച്ചോണേപ്പാ. യാതൊരുവിധ കഷ്ടമോ ഭാരമോ പ്രയാസമോ പ്രതികൂലമോ ഉണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗം കൺമണി പോലെ എല്ലാ മക്കളെയും സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആടും വീടും ഒക്കെ വിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദുരതയിലായിരിക്കുമ്പോൾ സ്വർഗം നല്ല മാതാവും പിതാവുമായി കൂടെ ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രുവായവനാരെ വീടും കൊണ്ട് അലർന്ന സിംഹം പോലെ ബുഭിക്ഷതയോടെ ഓടി നടക്കുമ്പോൾ ഒരു ദുഷ്ടപിശാചും ശത്രു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണാതോണം മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വക്രത നിറഞ്ഞ ലോകമാ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും അനുഭവിച്ച് ദൈവകൃപയിലും പ്രാർത്ഥനയിലും മുന്നേറുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. കർത്താവെ, പ്രത്യേകിച്ച് വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ മുൻപോട്ട് ജീപ്പാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നത് സുരക്ഷിതമായി ചെന്ന് സ്ഥാനത്ത് എത്തിച്ചേരാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ടപ്പാ. പുതുവർഷം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. പുതിയ നന്മകളും സന്തോഷങ്ങളും കൊടുത്ത് ഓരോ മക്കളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം ഞങ്ങളുടെ ദേശത്തിന് മേൽ സമാധാനം അയക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ സമാധാനം അയക്കണമേ. തമ്മിൽ സ്നേഹമുള്ളവരായി സന്തോഷമുള്ളവരായി ജീപ്പാൻ ഇടയാക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ടല്ലോ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം ഓരോ മക്കളുടെ മേലും അയക്കുവാൻ പോകുന്നത് ഓർത്ത് നന്ദി. പ്രത്യേകിച്ച് ജോൺ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സർജറിയൊക്കെ നടന്നു. എൻ്റെ അപ്പൻ്റെ കരം ചേർത്ത് പിടിച്ച് കർത്താവെ, ഐസിയുലായിരിക്കുന്ന മകനോട് മനസ്സലിയണമേ. കർത്താവെ, പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പുറത്തു വരണം. ഭവനത്തിലെത്തിച്ചേരണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിനായി സ്വർഗം ചെയ്തേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയമാ. കർത്താവേ, നീ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ മാനിച്ച ദൈവമാ. ഞങ്ങളുടെ എല്ലാ രോഗത്തിനും സൗഖ്യം തന്ന ദൈവമാ. വീണ്ടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്ന ഓരോ മക്കളുടെ മേലും അപ്പൻ്റെ കാര്യം ചലിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസ പ്രതികൂലത്തിൽ നിന്ന് മക്കളെ വിടുവിക്കണേപ്പാ. പൂർണ്ണ സൗഖ്യത്തെ അയക്കണമേ. ആരോഗ്യത്തെ നൽകണമേ. സന്തോഷവും ദൈവകൃപയും കൊണ്ട് നിറച്ചാട്ട് സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ പ്രാർത്ഥനാ വിഷയവും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും സമസ്ത രോഗങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക. ഓരോ രോഗികളുടെ മേലും അണിപ്പഴുതുള്ള കരം വയ്ക്കുമാറാകണം. സൗഖ്യമാക്കുമാറാകണം. ഈ ദൈവം നല്ലവനും ഈ ദൈവം വലിയവനുമെന്ന് രുചിച്ചറിവാൻ പിന്നെ ഞങ്ങൾക്ക് മുഖാന്തരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, പൊന്നുകരം ചേർത്ത് പിടിക്കണം. അത്ഭുതവും ജയമായി നടത്തണം. ആവശ്യം അറിഞ്ഞ് കരുതിക്കൊള്ളണം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഞങ്ങൾ അങ്ങേക്ക് സകല മഹത്വം തരിക. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, സുശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു. ഭരണകൂടങ്ങളെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ മക്കളും നീതിയോടും ദൈവകൃപയോടും ഭരിപ്പാനും ആത്മാർത്ഥതയോടും ദൈവസ്നേഹത്തോടും കർത്താവിൻ്റെ വേലയിലായിരിക്കാനും ഇടയാക്കണം. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണം. മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.